ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. മഴക്കാലമാണ് കേട്ടോ. എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ കാഴ്ചകളിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എക്സിറ്ററിൻ്റെ വഴിയോര കാഴ്ചകളാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ നല്ല മഴക്കാറുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. അപ്പോഴും മഴക്കാറുണ്ട്, എന്നാലും ചില ഭാഗത്തൊക്കെ തെളിഞ്ഞ ആകാശമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ റെഡി ആയിട്ടിരിക്കല്ലേ. ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. കൂട്ടത്തിൽ ഞാൻ വഴിയോര കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. ടിക്കറ്റ് എടുക്കാതെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ടിക്കറ്റ് എടുക്കണേ, മറക്കല്ലേ. അതുപോലെ കമൻറ്റിൽ ലൈക്കൊക്കെ തന്നാൽ സന്തോഷം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോകാം കേട്ടോ. ഇതിനേക്കാളും മനോഹരമായ സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ആകാശത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടു, ആകെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ് എക്സിറ്റർ. അത് ഒരു ചെറിയ കുന്നും ഇതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ചില ഭാഗത്ത് കാട് പോലെയാണ്. പിന്നെ പലതരത്തിലുള്ള പൂക്കളും പല നിറത്തിലും രൂപത്തിലുള്ള പൂക്കൾ, അതുപോലെ മരങ്ങളും അത് പല നിറത്തിൽ കാണാം. എൻ്റെ ഭൂമി കാർമേഘങ്ങൾ ഭൂമിനെ അങ്ങനെ തൊട്ട് നിൽക്കണ പോലെയുണ്ട്. ഞങ്ങൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. സ്ഥലം കണ്ടല്ലോ, ലാവ്ലിഷ് വാഗൻ കാർ പാർക്കാണ് ഈ കാണുന്നത്. അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇന്ന് മനോഹരമായ കാഴ്ചയല്ലേ. ഞങ്ങളിങ്ങനെ നടന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കിക്കോളൂ നിങ്ങൾ കേട്ടോ. ഒരേ സമയം തന്നെ നല്ല തെളിഞ്ഞ ആകാശവും കാർമേഘം മൂടിയ ആകാശവും വലിയതെടുത്ത് കാണാം. വനങ്ങളും മരങ്ങളും നല്ല ഇളം കാറ്റൊക്കെ ഉണ്ട്. ഞങ്ങളെവിടേക്ക് നടന്നു പോകുന്നതെന്ന് കണ്ടോളൂ കേട്ടോ. കാറുകൾ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പാർക്കിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശാലമായ പാർക്കിങ്ങാണ്. ധാരാളം ആൾക്കാരുണ്ട്, കണ്ടില്ലേ. വരണ നായനെ നോക്കൂ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ ഒരുങ്ങിയിരിക്കുകയല്ലേ. ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. അതിലത്തെ കാഴ്ചകൾ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ലാവ്ലിഷ് വാഗൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പലതരം കടകളുണ്ട്. കൗതുക വസ്തുക്കൾ വിൽക്കുന്നതും ഡ്രസ്സ് വിൽക്കുന്നതും അങ്ങനെ പല കുട്ടികളുടെ ടോയ്സ് വിൽക്കുന്നതൊക്കെ ആയിട്ട് പലതരം കടകളുണ്ട്, ധാരാളം കടകൾ. കാണുന്നത് ബോട്ട് ഹൗസ് മറ്റൊരു ഹോട്ടലാണ്. കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ സ്ഥലം പറയാൻ പറ്റില്ല എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ അത് അതിൽ കയറി കളിക്കുന്നുണ്ട്. അവിടെ ചിലർ നായ്ക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നായ്ക്കളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. അതുപോലത്തെ നായ്ക്കളാണ്. ഇവിടെ ചില ഹോട്ടലുകളിൽ നായ്ക്കളെ കൊണ്ടുപോകാം, പക്ഷേ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ എഴുതിച്ചിട്ടുണ്ടാവും നോട്ട് അലൗഡ് ഫോർ നോട്ടിച്ചിട്ടുണ്ട്. ഡോഗ്സ് ആർ അലൗഡ് നോട്ട് അലൗഡ് ഫോർ നോട്ടിച്ചിട്ട് നമുക്ക് എഴുതിച്ചിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ. ഇവിടെ എന്തൊരു ഫങ്ഷൻ നടക്കുന്നതിൻ്റെ കാര്യം എഴുതിച്ചെന്നാണത്. കണ്ടോ, സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് ഇതിലെ പോയിട്ട് ആൾക്കാർക്ക് അവിടെ ഇരുന്ന് വണങ്ങിയിരിക്കാം. കുറച്ച് പേര് അങ്ങനെ സൈഡിൽ കൂടെ പോയിട്ട് അങ്ങനെ ചടിക്ക് ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ കൂടെ തിരമാലകളൊന്നും അധികം കാണില്ല കേട്ടോ. കണ്ടില്ലേ, അതേ ക്ലിയർ വാട്ടറാണ്. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഞാനിവിടെ എത്തിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. റൈറ്റ് സൈഡിൽ കടലും ലെഫ്റ്റ് സൈഡിലും മുഴുവൻ നല്ല കളർഫുള്ളായിട്ടുള്ള ചെറിയ മരക്കുടലുകളും. അതിൽ ആദ്യത്തെ കുടലും എഴുതിച്ചിട്ടുണ്ട് ബീച്ച് ഹട്ട് അവൈലബിൾ ഫോർ ഡെയിലി ഓർ വീക്ക്ലി ഹെയർ. അപ്പോൾ ഇതിൽ നമുക്ക് കാശ് കൊടുത്ത് താമസിക്കാം കേട്ടോ. കടക്കാറ്റൊക്കെ ആയിട്ട് വേണമെങ്കിൽ താമസിക്കണം, താമസിക്കാം. നീണ്ടിങ്ങനെ കിടക്കേണ്ടത് കാണാൻ നല്ല ഭംഗിയാണ്. ഉണ്ട് എല്ലാ ഭാഗത്തും കടലും ഒരു സൈഡിൽ
മല, ഒരു ഭാഗത്ത് വീടുകൾ, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇങ്ങനെ സ്ലോപ്പ് പോലെ കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കമ്പികളും ഒക്കെ ഉണ്ട്. നടന്ന് ഞങ്ങളിതാ ഫാമിലി സ്വിമ്മിങ് ഏരിയയിലെത്തിയിട്ടുണ്ട്. അവിടെ സ്വിം ചെയ്യുന്നവർക്കുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് റെഡ് ഫ്ലാഗും യെല്ലോ ഫ്ലാഗും ഉണ്ട്, അതിൻ്റെ ഇടയിൽ മാത്രം സ്വിം ചെയ്യാൻ പാടുള്ളൂന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ വേറെ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അതേപോലെ പച്ചരിച്ച കാട് പോലെ ഇങ്ങനെ കിടക്കുന്നത് പോലെ പൊന്തയ്ക്കായിട്ട് അതിന് കുറേ പൂക്കളൊക്കെ കാണാം. അത് വേറെ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ചെറിയ റോഡും ഉണ്ട്. ദൂരത്ത് വരുന്നൊരു റോഡ്, ദൂരേക്കൂടെ ഒരു വണ്ടി പോണത് കാണുന്നുണ്ട്. ട്രെയിൻ പോണാണ്ടില്ലേ? അടുപ്പിച്ച് ട്രെയിൻ പോകുന്നുണ്ട്. ഞാൻ അടുത്തുണ്ട്. കടലിൽ ചവറ് കെട്ടിയിട്ടാണ് കെട്ടിയിട്ട് കംപ്ലീറ്റ് കടൽ തീരത്ത് വന്നാൽ കടലിൽ ഇറങ്ങാതെ ഒന്ന് പോകാൻ പറ്റുമല്ലോ. ഭയങ്കര തണുപ്പ്, എന്താ തണുപ്പാണപ്പോ. നല്ല തണുപ്പ്, ഹൈസ്കൂളിൽ വാട്ടറിനേക്കാളും തണുപ്പെന്ന് പറഞ്ഞ പോലെ. കാണാൻ നല്ല രസമല്ലേ. കടൽ പക്ഷികൾ വന്നിരിക്കുന്നത് അവിടെ. കുറച്ച് നേരം നിന്നുള്ളൂ വെള്ളത്തിൽ. എന്താ വെച്ചാൽ ഇടയ്ക്കും തണുപ്പുണ്ട്. എങ്ങനെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ ഞാൻ മോൾക്ക് പറഞ്ഞിരിക്കുമായിരുന്നു. കടൽ തീരത്തെത്തുമ്പോൾ നമ്മളും കുട്ടികളായി മാറണേ. നമ്മുടെ എല്ലാ വിഷമങ്ങളും മറന്നു പോകുന്നു എന്ന പോലെയാണ്. ലൈഫ് ഗാർഡ്സിൻ്റെ ബോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. കുറേ കുട്ടികളുണ്ട്, സായിപ്പിൻ കുട്ടികൾ. ഇതുപോലത്തെ കല്ലാണ് അവിടെ ഉള്ളത്. ബീച്ചായിട്ട് കിടക്കുന്നുണ്ട്. സാൻഡി ബീച്ച് എന്ന് പറഞ്ഞാലും കൂടുതൽ കാരണം കുറച്ച് കട്ടകൾ വെക്കാൻ കിട്ടി. എന്തായാലും നല്ല തണുപ്പ്. ഇനി ഇവിടുന്ന് കയറാം. സ്റ്റെപ്പ് ഇറങ്ങി വന്നാണ് ഇനി ആ സ്റ്റെപ്പ് കയറി പോകണം. ഉണ്ടല്ലോ ഇതുപോലത്തെ മണ്ണും കല്ലൊക്കെയാണ് ഉള്ള പെബിൾസ്. ഞാനെന്തായാലും മിക്ക കയറുകയാണ്. സ്റ്റെപ്പുകൾ കയറിപ്പോ കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ബോർഡ് കണ്ടത്. ആദ്യം ഒരു മെമ്മോറിയലായിട്ട്
അത് പല സ്ഥലത്തും കണ്ടു ഇരിക്കാൻ സീറ്റുള്ളിടത്തൊക്കെ. ബീച്ചിലേക്ക് നായ്ക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ബോർഡ് കണ്ടു. തിരിച്ചു വരുമ്പോൾ ഞാൻ വേറെ വഴിക്ക് നടക്കുന്നുണ്ടാവും. നല്ല തണുത്ത കാറ്റ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് മാറി പോന്നു. ദൂരെ കൂടെ ട്രെയിൻ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ട്രെയിൻ അങ്ങോട്ട് കൊണ്ടു തോന്നുന്നു. സ്ഥലത്തൊക്കെ കൂടെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇരിക്കാൻ. ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ദൂരെ കാഴ്ചയാണ് കേട്ടോ. അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ബഹളം കേൾക്കാം. ഇങ്ങനെ കുറേ ദൂരം നടക്കാണ്ട് ഇങ്ങനെ ഏറ്റവും വരെ അങ്ങനെ നടന്ന് പോവാം. അപ്പോൾ കുറേ ദൂരമായിട്ട് എൻ്റെ ഡേഡിൽ ഡോറിൽ കണ്ട പോലത്തെ ഒരു ഡോറ് പോലത്തെ സ്ഥലം കണ്ടു. പക്ഷെ അത് അത്രയ്ക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റിയില്ല. കുറേ ദൂരമായിട്ട് കാണണ്ട അങ്ങനെ. അതായത് വെള്ളം അടിച്ചിട്ട് പാറയിലൊരു വാതിൽ പോലെ ഉണ്ടായിരുന്ന സ്ഥലം. ലൈഫ് ഗാർഡ്സിൻ്റെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ വാച്ചിങ് റൂമാണത്. നമുക്ക് മതിലിൻ്റെ മുന്നിൽ കൂടെ എത്തിച്ച് നോക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ. അത്രയ്ക്കും കാഴ്ചയിലാണ് നിൽക്കുന്നത്. ട്രെയിൻ പോകുന്നു. ട്രെയിൻ ഈ കാണുന്നത് നല്ല വീതിയുള്ള, നല്ല വീതിച്ച കണ്ടു ഒരാൾക്ക് ഇവിടുന്ന് ഉറങ്ങാം. അത്രയ്ക്ക് വീതിയുള്ള മതിലാണ്. എൻ്റെ മുകൾ ഭാഗം അത്രയ്ക്കും പരന്നിട്ടെ. അവിടെ ഒരാളിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. അത് ഞാൻ എത്തി വലിഞ്ഞു നോക്കി എടുത്തതാണ്. വേറൊരു തന്തേ കൂടെ ചാടി പിടിച്ച് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആ മീൻ പിടിക്കാനുള്ള വല്ലവരായിരിക്കും. ഈ സ്ഥലം പണ്ടൊരു മുക്കുവ ഗ്രാമമായിരുന്നു എന്നാണ് പറയുന്നത്. മീൻ പിടുത്തായിരുന്നു ഇവിടുത്തെ പ്രധാന തൊഴിലെന്നാണ് പറയുന്നത്. ദൂരെയായിട്ട് ഡേർട്ടിൽ ഡോറിലത്തെ പോലത്തെ ഒരു ഡോറ് കാണുന്നുണ്ട്. ഇനിയും കുറേ ദൂരം അങ്ങോട്ട് നടന്നു പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴേക്കും മോൻ വിളിച്ചു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി. അപ്പോൾ ഇനി അമ്യൂസ്മെൻറ്റ് പാർക്കിലെ കഥകളുമായിട്ട് അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല നല്ല കാഴ്ചാവിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ അമ്മു യങ്കോങ്.